ഹലോ, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ പിള്ളേരൊക്കെ നീച്ചിട്ട് വരുന്നുണ്ട്. ഉണ്ണിമോൾക്ക് പനി നന്നായിട്ട് കുറവുണ്ട്. ഇന്നലെ രാത്രി ഒന്നും അങ്ങനെ പനിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഉപ്പ ഇന്നലെ ഇങ്ങനെ മിനിറ്റിന് ഇങ്ങനെ വരുന്നുണ്ട്, കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉപ്പ രാവിലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, ഉണ്ണിമോൾക്ക് കുറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കുഞ്ഞോളോട് ഓരോന്നൊക്കെ ചോദിക്കട്ടെ ഉപ്പ. അപ്പോൾ ഫൈസി കണ്ടില്ലേ, സ്കൂളില്ല എന്നങ്ങോട്ട് പറഞ്ഞ് അവൻ നേരത്തെ നീക്കുള്ളൂ കേട്ടോ. അവൻ നേരത്തെ നീച്ച് പല്ലേക്കാനൊക്കെ നോക്കുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പല്ലേക്കടാന്ന് ഇങ്ങനെ പറഞ്ഞാലേ അവൻ പല്ലേക്കുള്ളൂ. എന്താണെന്ന് അറിയില്ല, വേഗം പല്ലേക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പൽപ്പൊടി ഇട്ടിട്ട് തേക്കാൻ. അപ്പോൾ പൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഉരച്ച് തേക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ചായക്ക് കടി എന്താ, നീർദോശയാണ്. നീർദോശ ഉണ്ടാക്കാൻ എളുപ്പാട്ടാ. പക്ഷെ ചിലർക്കൊന്നും എൻ്റെ കടവ് താത്തയില്ലേ, ഷെയിം താത്ത, എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ അത് എങ്ങനെ ഉണ്ടാക്കാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മ ഉണ്ടാക്കാറൊക്കെ ഉണ്ട്. ചില ദിവസം ഒരു പൊട്ടലൊക്കെ വരിക എന്താ വെച്ചെങ്കിൽ, എപ്പോഴും നല്ല തീ കുറയ്ക്കാനൊന്നും പാടില്ല. നന്നായിട്ട് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സംഭവം പാറ്റി വയ്ക്കാൻ പാടുള്ളൂ കേട്ടോ. എപ്പോഴും തീ നന്നായിട്ട് വേണം. അപ്പോൾ അടുപ്പത്തായാലും ഗ്യാസുമ്മലായാലും തീ നന്നായിട്ട് വേണം, എന്നാലാണ് ഈ സംഭവം അടിപൊളിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണിത് കഴിക്കാനൊക്കെ. മിക്കതും ഞാൻ ഉണ്ടാക്കാറുണ്ട്. രാവിലെ നീർദോശ തന്നെയാണ് മിക്കതും ഉണ്ടാക്കുക. അപ്പോൾ ഫൈസി അവിടെ എവിടെ പോയിരുന്ന് പല്ലേക്കണ സ്ഥലം കണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് അവിടെ ഇരുന്ന് പല്ലേക്കട്ടെ അവൻ. അപ്പോൾ സൂട് കണ്ടില്ലേ, സൂട് കാടൻ പൂച്ചേനായിട്ട് എന്തൊക്കെ കടി ഉണ്ടാക്കി മേലൊക്കെ മുഖത്തൊക്കെ കൂറൊക്കെ ആയിട്ടാണ് വന്നിക്കണ്. അപ്പോൾ നല്ല മഴ തന്നെയായിരുന്നു. ഇന്നലെ നല്ല ഇടി വെട്ടിയിട്ടുണ്ട് കേട്ടോ. എന്തൊരു ഇടി വെട്ടലായിരുന്നു. ഞാനൊക്കെ പേടിച്ചു, ഉറക്കത്തിലൊക്കെ നീച്ച് പേടിച്ചു കേട്ടോ. അത്ര സൗണ്ട് തന്നെയായിരുന്നു. ജനാലിൽ കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കണ എന്തിങ്ങനെ ഫ്ലാഷ് വരുന്നതായിരുന്നു കേട്ടോ. എനിക്കതൊക്കെ പേടിയായി, ഇടി ഭയങ്കര പേടിയാട്ടാ. അപ്പോൾ ഉപ്പത് ആ പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്, പിന്നാക്കും കൈയും കെട്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടുന്ന് വന്നിട്ട് അങ്ങനെ പോയിട്ട് ആ വളപ്പിൽ കൂടെ നടക്കാട്ടാ. അപ്പം മഴ എപ്പോഴും ചാറിയും കൊണ്ട് നിൽക്കുകയാണ്. ഈ കാലാവസ്ഥ ഒരു സുഖമില്ല അല്ലേ, മൂടിക്കെട്ടിയിട്ട് ഒരു തണുപ്പും ഭയങ്കര എന്തൊക്കെ ഒരു മനസ്സിലേക്ക് എന്തൊക്കെ എന്തൊക്കെ വരുമോ അങ്ങനെയൊക്കെ ഒരു ചിന്തയൊക്കെ വരിക. എന്താ വെച്ച് കഴിഞ്ഞാൽ വയനാടുള്ള സംഭവം നടന്നാൽ പിന്നെ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ എല്ലാവർക്കും പേടിയാണ് അല്ലേ. ഏറ്റവും നല്ലത് വെയിൽ തന്നെയാണ്. ഇത്തിരി മഴയൊക്കെ മതി, അത്യാവശ്യമൊക്കെ മഴ മതി. ഓവറായാൽ ഭയങ്കര ഇടങ്ങേറാണ്. അങ്ങനെ ചായ ആയില്ലേ, വിശന്നിട്ട് വയ്യാന്ന് പറയുക കുട്ടികളെ. പൈസ ഇങ്ങനെ എന്തും വെച്ച് ചായ ആയില്ലേ, കൂട്ടാനായില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുക. ഇവർ നേരത്തെ നീച്ച് കഴിഞ്ഞതൊക്കെ ആവണ്ടേ. ഞാനിപ്പോൾ ഇത് സ്കൂളില്ല മദ്രസ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ മെല്ലൊക്കെ അല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അന്നത്തെ ദിവസമാണ്, ഒന്നും ഇല്ലാത്ത ദിവസമാണ് തിക്കും തിരക്കും കൂട്ടിയിട്ട് ഓരോന്നും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇവരങ്ങനെ തന്നെ അടുക്കളയിൽ ഇങ്ങനെ വന്ന് നിൽക്കുള്ളൂ. അങ്ങനെ ഇക്കാടെ കൂളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചടപടേന്ന് അങ്ങോട്ട് കൂട്ടാനായി, ദോശയായി. പൈസ അതിൻ്റെ ഇടയിൽ കുളിക്കലും കഴിഞ്ഞു കേട്ടോ. മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് അവന് മാത്രമേ ഉള്ളൂ മദ്രസ. പിന്നെ ഇവർക്കൊക്കെ സ്റ്റഡി ലീവാണ്. എന്തായാലും ഉണ്ണിമോൾക്ക് ഇല്ലാന്ന് നന്നായുള്ളൂ. അവർക്ക് പനിയൊന്നും മാറി വരുന്നുള്ളേ. ക്ഷീണം അങ്ങോട്ട് മാറിയിട്ടില്ല കേട്ടോ. ഭക്ഷണം കഴിക്കൽ അങ്ങോട്ട് ശരിയായിട്ടില്ല. ഇതിപ്പോൾ നോക്കി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കുള്ള ഗുളിക കഴിക്കാം കേട്ടോ. അതോ ഗുളിക കഴിക്കാൻ എന്തൊരു മടിയാ വെച്ചിട്ട് കുട്ടികളെ വല്ലാണ്ട് കുറ്റം പറയും കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര മടിയാണ്. നമ്മൾ ഗർഭിണിയായിട്ടിരിക്കുമ്പോഴേ അയണും കാൽസ്യനൊക്കെ തന്ന് കഴിഞ്ഞ് കഴിക്കണം. അതിൻ്റെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിന്നിട്ടുള്ള പണിയല്ല, അടുക്കളയിൽ ഏത് നേരെ നിന്നിട്ട് ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കണില്ലല്ലോ. അപ്പോൾ എല്ലിനൊക്കെ ഒരു ഇതാണ്. അപ്പോൾ അയണും കാൽസ്യത്തിൻ്റെ ഒക്കെ ഗുളിക എഴുതിയിട്ടുണ്ട് ഡോക്ടർ. അതൊക്കെ ഒന്ന് കഴിച്ചോ പറഞ്ഞിട്ട്. ഞാൻ ഗർഭിണിയാകുമ്പോൾ എത്ര ഗുളിക കൊണ്ട് കളഞ്ഞേക്കണമെന്ന് അറിയാം ഒക്കെ കാണാണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര നീളവും ഇത്ര വണ്ണവും ഉണ്ടാവും. അങ്ങോട്ട് ചങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ ഛർദ്ദിക്കാൻ വരും. എനിക്ക് ഏത് നേരം ഛർദ്ദി ആയിരുന്നു കേട്ടോ. 3 ആളേനെ ഫൈസിനായിട്ടിരിക്കുമ്പോഴേക്ക് ഛർദ്ദി കുറവുണ്ടായിരുന്നു. 2 ആളേനെയും ഭയങ്കര, ഈ 2 പെണ്ണുങ്ങളേനെ എനിക്ക് ഛർദ്ദി തന്നെയായിരുന്നു. അപ്പോൾ ഒക്കെ കാണാണ്ട് പോയിട്ട് വലിയ കാര്യത്തിൽ ഗുളികയൊക്കെ എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ എത്ര ഗുളിക കളഞ്ഞേക്കണമെന്ന് അറിയും. അതിൻ്റെയൊക്കെ ഇതൊക്കെയാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. എല്ലിനും ഒരു ഇത്, പ്രസവിച്ച് കഴിഞ്ഞാലും നമുക്ക് ഗുളിക കഴിക്കണമല്ലോ, കഴിക്കേ ഇല്ല കേട്ടോ. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് സംഭവം മരുന്ന് കഞ്ഞി കേട്ടോ. അത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഗർഭിണി ആയവരൊക്കെ നന്നായിട്ട് ഗുളികയും മരുന്നൊക്കെ നന്നായി കഴിച്ചു. കുറേ കഴിഞ്ഞാലാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുക കേട്ടോ. പിന്നെ കുട്ടികൾക്ക് അതിൻ്റേതായതൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. കുട്ടികൾ കണ്ടില്ലേ, നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ. ഗുളിക ശരിക്കും കഴിക്കാത്ത കാരണമേ ഒന്നും അധികം തൂക്കം ഉണ്ടായിരുന്നില്ല കേട്ടോ. പൈസ എത്ര, 2600. ഉണ്ണിമോള് 2800. അതുപോലെ കുഞ്ഞോള് 2600 തന്നെയായിരുന്നു തൂക്കമൊക്കെ ഏതാണ്ടൊക്കെ ഇത്രയൊക്കെ തന്നെയായിരുന്നു. തടി അങ്ങോട്ട് വെക്കണില്ല അത് കാരണം. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ണിമോളെ തൊട്ട് നോക്കൂട്ടോ, ഇങ്ങനെ പനിക്കുന്നുണ്ടോ. അതിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പനിക്കണ മാതിരിയാണേ.
അപ്പോൾ ഫൈസയുടെ കൂട്ടുകാരെന്താ വേറൊരാൾ സഫുവാൻ വന്നേക്കുന്നു, കളിക്കാൻ വന്നത് അത്രേ. എന്നിട്ട് അതധികം കളിക്കാനും നിന്നില്ല കേട്ടോ, വേഗം പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഫൈസിക്ക് കാലത്ത് ചായയുടെ കടി അങ്ങനെ തിന്നില്ല. എന്താ വെച്ചെങ്കിൽ ബിസ്ക്കറ്റ് തിന്നിട്ട് അവന് ചായയുടെ കടി തിന്നാത്ത കാരണം ഉച്ചയാകുമ്പോഴത്തേനും വിശന്ന് തുടങ്ങി. ഞാൻ വേഗം കൂട്ടാനൊക്കെ വെച്ചുവിട്ടാ, തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല, വേഗം ചോറും കൂട്ടാനൊക്കെ അങ്ങോട്ട് ആയി. മക്കൾക്ക് ചോറൊക്കെ കൊടുത്തു, ഒക്കെ സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറുനാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്കിന്ന് നല്ല കുറവുണ്ട് കേട്ടോ, നല്ല കുറവുണ്ട് പറഞ്ഞാൽ. അയ്യോ 4 ദിവസമൊക്കെ എത്ര ഇടങ്ങറായിന്നറിയോ. ആ ഗുളിക കഴിച്ചപ്പോൾ ഭയങ്കര നല്ലൊരു ആശ്വാസമായി. അത് കാരണം വീഡിയോ എടുക്കാനും ഒക്കെ ഒരു ഉത്സാഹം ഇട്ടാ. വയ്യാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനും പറ്റില്ല, അതാണ് ഭയങ്കര ഇടങ്ങാറ്. ഒരു കുഴപ്പമില്ല വെച്ചെങ്കിൽ നമ്മളങ്ങനെ വീഡിയോ എടുത്ത് പോവും. ചിലർക്കൊക്കെ മടിയായി, എൻ്റെ വീഡിയോ കാണാൻ മടിയായി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റൊക്കെ വരുന്നുണ്ട്. എന്ത് പറ്റി എൻ്റെ വീഡിയോകൾക്കൊക്കെ ബോറടിച്ചു തുടങ്ങിയ. അപ്പോൾ എന്താ വെച്ചെങ്കിൽ മനസ്സിനും ശരീരത്തിനും വയ്യാണ്ടായി കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ഉഷാറില്ല അല്ലേ. അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഉഷാറൊക്കെ ആക്കാം കേട്ടോ. ഇപ്പോൾ വലിയ വയ്യായൊക്കെ കുറവായിട്ട് തുടങ്ങിയിട്ടുണ്ട്, കുട്ടികളും മോളുടെ പനിയൊക്കെ മാറി ഉഷാറാക്കാം കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ നോക്ക് പുളിങ്ങാക്കുരു. ഈ പുളിങ്ങാക്കുരു തന്നത് ഇക്കാട് ഉമ്മയാണ്. കുഞ്ഞോളങ്ങോട്ട് പോയപ്പോൾ അവിടെ വറുത്തിട്ടുണ്ടായിരുന്നു. അന്ന് പുളി മേടിച്ചിട്ട് കൂരി കളഞ്ഞിട്ടേ ആ കൂരിയൊക്കെ എടുത്ത് വെച്ചേക്കായിരുന്നു. അപ്പോൾ ഒരു വറുത്ത് വെച്ചേക്കുക, അമ്മക്ക് പണിയൊന്നുമില്ല ഇപ്പോഴേ. അപ്പോൾ കുഞ്ഞോളയിൽ കൊടുത്ത് വെച്ചേക്കാട്ടോ. അപ്പോൾ ഇതെന്നെ തീറ്റ. ഇന്നിപ്പോൾ പുളിങ്ങാക്കുരു പോയത് വല്ലോരെ വളപ്പിലേക്ക് ഒറ്റ വലിച്ചെറിയിലിക്കുക. ഇനിയിപ്പോൾ പുളിങ്ങാക്കുരു ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. എന്താ വെച്ചെങ്കിൽ 3 ആളും ഞാനുൾപ്പെടെ ഈ പുളിങ്ങാക്കുരി ഇടയ്ക്കിടയ്ക്ക് തിന്നെ. ഞാനധികം കഴിക്കണില്ലേ, കുട്ടികൾക്ക് ഇങ്ങനെ പോക്കറ്റിലൊക്കെ ഇങ്ങനെ നിറച്ചിട്ടിട്ട് പൈസ കൊണ്ട് നടക്കണ്. അപ്പോൾ ഇന്ന് വയറിൽ ഗ്യാസ് കയറി പുളിങ്ങാക്കുരി എന്നിട്ട് ഉണ്ണിമോള് എന്താ പറയുക, വല്ല ഗുളിക കഴിച്ചാൽ അപ്പോൾ പുളിങ്ങാക്കുരി തിന്നു. അങ്ങനെ പുളിങ്ങാക്കുരി തീറ്റ തന്നെയായിരുന്നു. അപ്പോൾ ഗ്യാസ് കയറി വയറൊക്കെ വീർത്ത് വൈകുന്നേരം ചോറ് തിന്നാൻ പറ്റാണ്ടായപ്പോൾ ഇക്കാക്ക് അങ്ങോട്ട് പ്രാന്തളകിക്ക് അങ്ങനെ പറഞ്ഞ് പുളിങ്ങാക്കുരി തിന്നല്ലേ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആര് കേൾക്കണ്. ഇന്ന് മുകളിൽ പോയിരുന്നിട്ട് അനുസരിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, കൂട്ടുകാരി. അവരൊക്കെ കൂടി വന്നിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ കാണാനില്ല. ഞാൻ മുകളിലൊക്കെ ഒന്ന് അടിച്ചു വരാനൊക്കെ പോയപ്പോൾ നിറച്ച് പുളിങ്ങാക്കുരിൻ്റെ തൊണ്ട്. അപ്പോൾ മര്യാദയ്ക്ക് തിന്ന് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇക്കാക്ക് ദേഷ്യം വന്നപ്പോൾ ഒറ്റ തൂർക്കളയില്ല കേട്ടോ. പോയ വഴി അറിയില്ല. അത് വൈകുന്നേരം ഇപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ വോയിസ് കൊടുക്കുന്നത് വാങ്ങി കൊടുത്തതിന് ശേഷമൊക്കെയാണ് ഞാനിപ്പോൾ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരത്തെ പുളിങ്ങാക്കുരി ഇപ്പോൾ പോയുള്ളൂ. ഇൻ്റെ പുളിങ്ങാക്കുരി ഇവിടെ കാണില്ല. കാക്കാണ്ട് ഇപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് ചാടിക്കളിയും ദേഷ്യപ്പെടലൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ നിൽക്കണത്. അപ്പോൾ അതൊക്കെ മാറി എന്തെങ്കിലും അങ്ങോട്ട് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ദേഷ്യം പെട്ടെന്നോട് വരും. പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വിഷമാട്ടാ. അപ്പോൾ അങ്ങനെ അവരനൊക്കെ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് അവിടെ TV കാണുന്നുണ്ട്, മക്കളും ഇക്കൊക്കെ കൂടിയിട്ട്. അപ്പോൾ കുഞ്ഞോളം മൂടി എപ്പോഴും ഇക്കാനടുത്ത് ചീർപ്പും കൊണ്ട് പോകും. എൻ്റെ അടുത്തേക്ക് വരാൻ പേടിയാട്ടോ. എന്താ വെച്ചെങ്കിൽ ഞാൻ കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ അതൊക്കെ അപ്പം അവളയക്കും. എന്തെങ്കിലുമൊക്കെ മുടി അല്ലെങ്കിൽ നേരം പാൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ പേടിയാണ് ചീർപ്പും കൊണ്ടിട്ട്. അപ്പോൾ ഉപ്പിച്ചിട്ട് അടുത്തേക്ക് പോയേക്കണം. ഉപ്പിച്ച് പിന്നെ ഈ കാര്യത്തിനൊക്കെ ഭയങ്കര ഇതാട്ടെ, മുടിയൊക്കെ ചീന്തി കൊടുത്ത് കെട്ടി കൊടുക്കുകയൊക്കെ ചെയ്യൂട്ടാ. അപ്പോൾ ഞാനതൊന്ന് വീഡിയോ പിടിച്ചതാണ്. ഇത് മിക്കതും ഇങ്ങനെ തന്നെയാണ്. എൻ്റെ അടുത്തേക്ക് വരാൻ പേടിച്ചിട്ടാണ് ഉപ്പിച്ചിട്ട് അടുത്തേക്ക് പോകുന്നത്. ഇന്ത്യക്ക് നല്ല ആട്ട് കേൾക്കുകയും. അങ്ങനെ തുടക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ തുടക്കലുണ്ട് കഴിഞ്ഞാലാണ് പണി കഴിഞ്ഞ് തോന്നുള്ളൂ അല്ലേ. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഇപ്പോൾ എന്താ ചെയ്യുക, നാളെ ദോശ ഉണ്ടാക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇത്തിരി ദോശയ്ക്കുള്ള അരി ഉണ്ണും ഇത്തിരി ഉലുവൊക്കെ ഇട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കി നല്ല കുറിഞ്ചാത്തനും ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായി എത്ര പ്രാവശ്യം കഴുകിയാലും ഇത് മതിയാവില്ല. ഒരുപാട് വട്ടം ഞാൻ അങ്ങനെ കഴുകും, എന്നാലും കാണാം കുറിഞ്ചാത്തൻ ഇങ്ങനെ പൊന്തി വരുന്നത് കാണാം. അങ്ങനെ അതൊക്കെ കഴുകിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് അരയ്ക്കണ നേരത്തും കുറേ കഴുകിയിട്ട് അങ്ങനെ നല്ല മഴക്കാറുണ്ട്. തുണിയോളം അങ്ങോട്ട് ഇടാനേ തോന്നണില്ല. അപ്പോൾ ഇടലും എടുക്കൽ തന്നെയായിരുന്നു. കുട്ടികൾക്ക് ചോറ് വാരി കൊടുക്കണ നേരത്തൊക്കെ ഞാൻ പോയിട്ട് മഴ ചാറിയിട്ട് ഒരു ചാറുക, പിന്നെ അങ്ങോട്ട് പോവുക, പിന്നെ വെയിൽ ഇരിക്കുകയാണേ. അപ്പോൾ പ്രാന്താവുള്ളൂ. പിന്നെ എനിക്ക് ദേഷ്യം കണ്ട് പിന്നെ തുണിയോളം ഒന്നും ഇടാൻ നിന്നില്ല. അവിടെ തന്നെ ബക്കറ്റിൽ വെച്ചുവിട്ടാ മുകളിൽ കൊണ്ട് തോരടാച്ചിട്ട്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇതാ അവിടെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണ്. അതാ ഇരുന്ന് സിനിമ കാണുന്നത്, നല്ല സിനിമ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിനിമ കാണുമോ നിങ്ങൾ എന്നൊക്കെ ഇങ്ങനെ അന്ന് ഉണ്ണി വന്നപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞല്ലോ. അപ്പോൾ സിനിമ നമുക്ക് കാണാനുള്ളതല്ലേ, നമ്മളിപ്പോൾ സിനിമ ഒക്കെ കാണും, അതൊക്കെ ഒരു രസമല്ലേ കാണുന്നത്, നേരം പോക്ക്. അങ്ങനെ ഒന്ന് തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ കാണലൊന്നും ഇല്ല. സിനിമ TV-ലിരുന്ന് കാണുക, പിന്നെ ഫോണിലിരുന്ന് ആക്കിയിട്ട് സിനിമ കാണുക, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ നേരം പോക്കിന് അവിടെ ഇങ്ങനെ ഇരുന്ന് ചോറിനെ ചായ കുടിക്കുക, എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ TV കാണുകയെന്നല്ലാണ്ട് പിന്നെ സിനിമ ഒക്കെ കാണണ്ടേ. എന്തിപ്പോൾ അങ്ങനെ ചെയ്യുക, പഠിച്ച എന്തിനാ എല്ലാം സൃഷ്ടിച്ചത്, എല്ലാം കാണാനായിട്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കമൻറ്റിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
നമ്മൾക്ക് ദുനിയാവിൽ ഈ ലോകത്ത് ഒരുപാട് സംഭവങ്ങൾ പടച്ചോൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ഏറ്റവും ബുദ്ധിയുള്ള ജീവിയാണ് മനുഷ്യർ. എന്തൊക്കെ നിർമ്മിക്കുന്നത് അതൊക്കെ മനുഷ്യന്മാർക്ക് കാണാനുള്ളതല്ലേ. അപ്പം എല്ലാം കാണാൻ പറ്റാത്തത് കാണരുത്, കാണേണ്ട കാര്യങ്ങളൊക്കെ കാണന്നെ വേണം അല്ലേ. ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ. അപ്പോൾ കാണാൻ പറ്റാത്തതൊന്നും കാണരുത് കേട്ടോ, ആവശ്യമില്ലാത്തതൊന്നും കാണരുത്. കാണേണ്ട കാര്യങ്ങളൊക്കെ കാണന്നെ വേണം. മക്കൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നല്ല കാര്യങ്ങളൊക്കെ മക്കൾക്കും കാണിച്ചു കൊടുക്കണം, ഒക്കെ പറഞ്ഞു കൊടുക്കണം. എന്നാലാണ് നല്ല മക്കളായിട്ട് വളരുള്ളൂ. പൊട്ടൊന്നും കാണിച്ചു കൊടുക്കരുത്, പൊട്ട പറഞ്ഞു കൊടുക്കരുത്, നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ തന്നെ എല്ലാം കാണന്നെ വേണം. കാണാൻ പറ്റാത്ത മാത്രം കാണാതിരിക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ കമൻറ്റ് വന്നു, സിനിമ കാണേ അങ്ങനെയൊക്കെ ഒരു കമൻറ്റ് വന്നു, അതുകൊണ്ട് പറഞ്ഞതാട്ടോ. അങ്ങനെ മക്കൾക്കൊക്കെ ചായയൊക്കെ കൊടുത്തു. ചായ കൊടുത്തിട്ട് ഞാൻ കണ്ടില്ലേ കുറേ ആയിട്ട് അവല് വെള്ളത്തിൽ ചായയിലിട്ട് തിന്നിട്ട്. അപ്പോൾ ഇന്ന് അതൊക്കെ വയ്യായൊക്കെ മാറിയപ്പോൾ ഒരു ഉഷാറായപ്പോൾ അതൊക്കെ ഇട്ട് കഴിക്കട്ടാ. അപ്പോൾ ചായയൊക്കെ കൂടി കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ഇക്കാനോട് ഞാൻ ചെരുപ്പ് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അകത്തിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ മൂത്തുമ്മയുടെ മോള് പറഞ്ഞതാണ്, താത്ത തണ്ടലൊക്കെ വേനയ്ക്കുണ്ട് വെച്ചെങ്കിൽ ചെരുപ്പിട്ട് നടന്നാൽ മതി, അത് തണവ് അടിച്ചിട്ടൊക്കെ ആവും. അങ്ങനെ പറഞ്ഞ അവൾക്ക് ഉണ്ടാവാറുണ്ട് ഇത്ര. ചപ്പാത്തിയൊക്കെ പരത്തി ഇങ്ങനെ ഒരുപാട് നേരം നിൽക്കല്ലേ, അപ്പോൾ അവൾ തുണിയൊക്കെ ഇട്ടിട്ട് നിൽക്കുമ്പോൾ അങ്ങനെ അറിയില്ല. അപ്പോൾ ചെരുപ്പിട്ട് നടന്നു നോക്കുക, അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഉമ്മക്ക് വീട്ടിൽ ചെരുപ്പ് ഇട്ടിട്ടാണ് നടക്കുക. ഉമ്മാക്ക് ഇതേമാതിരത്തെ നീല ചെരുപ്പാട്ടാ. അപ്പോൾ ഇക്ക മേടിച്ച് കുറഞ്ഞതാണ്. ഇപ്പോൾ നല്ല കുറവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചെരുപ്പ് കിട്ടിയ കാരണമല്ല, അപ്പോൾ ആ ഗുളിക കഴിച്ച കാരണം നല്ല കുറവുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്താ അരയ്ക്കാട്ടോ. ഞാൻ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ദോശയ്ക്കുള്ളതൊക്കെ അരച്ച് വയ്ക്കുകയാണ്. ഇനിയിപ്പോൾ നേരം വെളിച്ചാകുമ്പോൾ സമാധാനത്തിൽ അങ്ങോട്ട് സന്തോഷത്തിൽ അങ്ങോട്ട് നീക്കാമല്ലോ. മാവുണ്ടല്ലോ എന്നുള്ള സമാധാനത്തിൽ. അങ്ങനെ തന്നെയല്ലേ എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ്. രാത്രി ആകുമ്പോൾ ചോറേക്കലൊക്കെ കഴിഞ്ഞ് അടുക്കളൊക്കെ വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പഠിച്ചോനെ നാളെ ഇപ്പോൾ എന്താ ചായക്ക് കടി ഉണ്ടാക്കുക. ഞാൻ ഇന്നലെ രാത്രി ആകുമ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് നിൽക്കാനോട് ചോദിച്ചിട്ടാ എന്തൊക്കെ ചായക്ക് കടി ഉണ്ടാക്കുന്നുണ്ട്. കുട്ടികളോടും ചോദിച്ചു. കുട്ടികളൊക്കെ വലിയ ഇതാ പറയുക, എന്താ വെച്ചാൽ പത്തിരി മതി, പിന്നെന്താ അത് മതി ഇത് മതി എന്നൊക്കെ പറയും. അതൊക്കെ എളുപ്പമൊന്നുമല്ല ഉണ്ടാക്കാൻ. അങ്ങനെ പെരുന്നാളിന് മാത്രമേ ഇവിടെ പത്തിരി ഉണ്ടാക്കുള്ളൂ കേട്ടോ. ഇനി ഉണ്ടാക്കണം, ഒരു ദിവസം ഉണ്ടാക്കണം. മടി പിടിച്ചിട്ടൊന്നും കാര്യമില്ല, ഉണ്ടാക്കി കൊടുക്കണം മക്കൾക്ക്. സത്യം പറയാലോ പെരുന്നാളിന് തന്നെ ഉണ്ടാക്കുള്ളൂ കേട്ടോ പത്തിരിയൊക്കെ. പിന്നെ ചപ്പാത്തിയൊക്കെ തന്നെ പിന്നെ എളുപ്പം. അങ്ങനെ എന്താ അരക്കലൊക്കെ കഴിഞ്ഞ് ആ പാത്രമൊക്കെ കഴുകി വെച്ച് മക്കളുടെ മുടിയൊക്കെ 2 പെണ്ണുങ്ങളുടെ മുടിയൊക്കെ ഒതുക്കി കെട്ടി കൊടുക്കട്ടെ. ഇനിയിപ്പോൾ മേല് കഴുകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പൈസ ഇട്ട ഡ്രസ്സ് നോക്കി മാമ കൊടുന്ന ഡ്രസ്സാണ്. അവൻ കൊടുന്നിട്ട് പിന്നെ അവൻ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് പോയിട്ട് ആ മുകളിൽ പോയിട്ടൊക്കെ എടുത്ത് കൊടുന്നിട്ട് ഇട്ടേക്കണം. അപ്പോൾ ഉമ്മച്ചി ഇത് ഞാൻ വൈകുന്നേരം ഇടുന്ന ഡ്രസ്സാണ്, ഇനി ഞാൻ വൈകുന്നേരത്ത് ഇതേടുള്ളൂ, എന്നെ കൊതുക് കടിക്കില്ല, പിന്നെ തണുക്കില്ല, ചെവിയൊക്കെ മൂടി കെടുക്കാമല്ലോ, അങ്ങനെയൊക്കെ ഇരുന്ന് പറയട്ടെ. അപ്പോൾ ഭയങ്കര പവറായി. അപ്പോൾ കുഞ്ഞോൾക്ക് അതങ്ങനത്തെ ഒരു ഡ്രസ്സുണ്ട്. അപ്പോൾ അതും അവളെ പോയിട്ട് എടുത്തിട്ടു കേട്ടോ. അപ്പോൾ അവൾക്ക് മാത്രമല്ല ഉണ്ണിമോൾക്കേ, അത് കാരണം അവൾക്ക് ഒരെണ്ണം വാങ്ങി തരും ഉപ്പച്ചി, എനിക്ക് ഒരെണ്ണം വാങ്ങി തരുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് മേടിച്ച് കൊടുക്കണം. ഇൻഷാ അല്ലാ ഇന്നത്തെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. ബായ്.